virtual platform for the inauguration of our new endeavor. The inauguration will be followed by the post-lecture of the series on the topic burden of proof. We are privileged and blessed by the presence of the legal luminaries and the participation of our members on this platform. With all optimism and prayers, and with your permission, let's begin the function. I invite Pathanamthitta District Bar Association President, Advocate C.V. Jyotiraj, for the welcome speech. ആദരണീയനായ പത്തനംതിട്ട ജില്ലാ ജഡ്ജി, കേരള ഹൈക്കോടതിയിലെ ജഡ്ജായ ശ്രീ ഷാജി പി ചാണ്ടി, അദ്ദേഹം പത്തനംതിട്ട ജില്ലയുടെ ജഡ്ജി ചാർജാണ്. കൂടാതെ ഫസ്റ്റ് അഡീഷണൽ ജഡ്ജ് ജയകുമാർ, DLSS സെക്രട്ടറി ദേവൻഗിരി മേനോൻ, ബാക്കി ഓൺലൈൻ മീറ്റിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും നമസ്കാരം. ജില്ലാ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ രണ്ടാമത്തെ ജില്ലാ ആസ്ഥാനത്താണ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. അതിൽ കൂടുതൽ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. സർവീസ് അതോറിറ്റിയുടെ സഹകരണത്തോടുകൂടിയാണ് നമ്മള് കണ്ടിന്യൂയിങ് ലീഗൽ എഡ്യൂക്കേഷൻ എന്ന പ്രോഗ്രാം ഇന്നത്തെ അപ്പൊ അങ്ങനെയുള്ള പ്രോഗ്രാം എന്തുകൊണ്ടും ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമുക്ക് സന്നിഹിതനായിരിക്കുന്നത് നമ്മുടെ ജഡ്ജിൻ സാറാണ്. അദ്ദേഹം വക്കീലന്മാരുടെ എല്ലാ രീതികളും എല്ലാ കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്തതിനു ശേഷമാണ് അദ്ദേഹം കേരള ഹൈക്കോടതിയുടെ ജഡ്ജായിട്ട് ചാർജ്. അപ്പൊ വക്കീലന്മാരുടെ എല്ലാ മാനസികാവസ്ഥ, പ്രത്യേകിച്ച് ഈ കാലത്ത് ഉണ്ടായിട്ടുള്ള മാനസികാവസ്ഥകളെല്ലാം അദ്ദേഹം കഴിഞ്ഞ വർഷമായിട്ട് വക്കീലന്മാരെ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാമാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ ലീഗൽ പ്രൊഫഷനിൽ സബ്ജക്റ്റിൽ എത്രമാത്രം നമ്മൾ മുന്നോട്ട് പോകാം, ആ ഒരു രീതി നമ്മൾ എത്രമാത്രം എക്സ്പ്ലോയിറ്റ് ചെയ്യാം, ഒരു സംവിധാനത്തിന് വേണ്ടിയാണ് ഈ ഓൺലൈനായിട്ട് ഈ ഒരു ക്ലാസ്. അതിനകത്ത് ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ ഉദ്ഘാടന ചടങ്ങിനായിട്ട് എത്തിയിരിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയാവുന്ന ശ്രീ പൈസി കുര്യാക്കോസ് സാറാണ്. അദ്ദേഹം 2002 കേരള ഹൈക്കോടതി, അതിനുശേഷം സിക്കിം ചീഫ് ജസ്റ്റിസ് റിട്ടയർ ചെയ്തതിനു കേരള ലോ ആക്ട് ആയിരുന്നു. അത് കഴിഞ്ഞ ഇദ്ദേഹം കേരള ജുഡീഷ്യൽ അക്കാഡമിയുടെയും സിക്കിം ജുഡീഷ്യൽ ലെക്ചർ ഇൻ ചാർജ് എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഒരു മോഡറേറ്റർ ആയിട്ട് പ്രവർത്തിക്കുകയാണ്. അതായത് പനമ്പള്ളി മേനോൻ പല രംഗങ്ങളിലും അദ്ദേഹത്തിന്റെ കഴിവുകയാണ്. അദ്ദേഹത്തിനെ ഞാൻ ഇവിടെ പറഞ്ഞ് സമയം നഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം ഇന്ന് പഠനം എന്ന സബ്ജക്റ്റിലാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. നമ്മുടെ അഭിഭാഷകർക്കിടയിൽ, പ്രത്യേകിച്ച് അഭിഭാഷകർക്കിടയിൽ ഈ വക്കീൽ പ്രൊഫഷനിൽ എങ്ങനെ നമ്മളെ ട്രയൽ നടത്തണം, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ബേസിക്കായിട്ടുള്ള അടിത്തറ ആകുന്നതിന് അദ്ദേഹം ആ അവസരം നമ്മൾ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുക. അദ്ദേഹം ഒരു 1.5 മണിക്കൂർ ക്ലാസ് എടുക്കാവുന്നതാണ്. ഞാൻ ദീർഘമായിട്ട് സംസാരിച്ച ഈ സമയം ആദ്യമായിട്ട് ഇതിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതല അനുസരിച്ച് നമ്മുടെ ഈ ചടങ്ങിൽ നമ്മുടെ ആദരണീയനായ ജില്ലാ ജഡ്ജി സാറിനെ ഈ ചടങ്ങിലേക്ക് ഈ പരിപാടി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ ഹൈക്കോടതി ജഡ്ജി ശ്രീ ഷാജി പി ചാണ്ടി സാറിനെ അത്യധികം ബഹുമാനപൂർവ്വം ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ നീതിന്യായ കുലപതി എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ പൈസി സാറിനെ അത്യധികം ബഹുമാനത്തോടെ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ ചടങ്ങിൽ ഇന്ന് ഓൺലൈൻ വെർച്വലായിട്ടും അല്ലാതെ നേരിട്ട് പങ്കെടുക്കുന്ന എല്ലാ ജുഡീഷ്യൽ ഓഫീസേഴ്സും, ഫസ്റ്റ് അഡീഷണൽ ജയകുമാർ ജോൺ സാറ്, ബാക്കി അഭിഭാഷക സുഹൃത്തുക്കളെ, എല്ലാ ആൾക്കാരും പൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Now I would like to request Sri Madhukumar, Honorable District and Sessions Judge and the Chairman, District Legal Service Authority, Pathanamthitta, for the presidential.
Honorable Mr. Justice Shaji Pichali, Judge in Charge, Pathanamthitta District. Honorable Mr. Justice Pius C. Kuriakose, former Chief Justice, High Court of Sikkim. Sri Jyotiraj, Advocate, President Bar Association, Pathanamthitta. Sri Devan Menon, Secretary, District Legal Services Authority, Pathanamthitta. Esteemed members of the bar and other dignitaries and friends. We have chalked out a plan to render quality justice to the litigant public, equipping the legal fraternity with the necessary wherewithal by tapping the potential of eminent lawyers, professors, and experts in the field. We are thankful to His Lordship Honorable Mr. Justice Shaji Pichali for sparing a few moments with us despite his tight schedule and being kind enough to inaugurate the function. We are living in a world which is entirely different from the one where all our predecessors lived. We ordinary people think in the ordinary way and scarcely succeed in implementing the same. The changes have been brought about by a very few people, very exceptional men who think differently and act exceptionally. We seldom remember them or think of them when we enjoy the changes they have brought about in the world. His Lordship Justice Pius C. Kuriakose belongs to such a rare species. His Lordship is full of ideas and all working. We can notice such changes wherever His Lordship had opportunity to lay his hands. We are extremely thankful to him for making this occasion auspicious by his presence. I am extremely fortunate to be a part of this function. That apart, it is especially auspicious for me to be cherished because Honorable Mr. Justice Pius C. Kuriakose is none other than my senior. Sir, I am thankful for your kindness. If I had wrought, said or done anything, right or correct, that belongs to my seniors, and all mistakes exclusively owned by me. Friends, you will be having a wonderful time when His Lordship takes you to what is said and what is not said under the principles of honest probandi, burden of proof, a rule for which the exceptions matters more than the principles as such for a practicing lawyer. Thank you. Thank you, sir. Now it's time for the inauguration of today's function, and we are privileged to have with us Honorable Mr. Justice Shaji Pichali, Judge High Court of Kerala, and the Judge in Charge of our district. I humbly request my Lordship to inaugurate the function and for the inaugural speech. So, Am I audible? yes, sir. President of today's function, Sri Madhukumar, District Judge Pathanamthitta, as also the Chairman of the Legal Service Authority, District Legal Service Authority. Revered Justice Sri Pius C. Kuriakose, former Judge of this court and former Chief Justice of the Sikkim High Court. The President of the Bar Association, Sri C.V. Jyotiraj, Sri Devan K. Menon, Sub-Judge and Secretary, District Legal Service Authority, members of the judiciary, members of the bar, ladies and gentlemen. I consider this as a privilege and honor to participate in this function, especially for the reason that after taking charge as a portfolio judge of Pathanamthitta, this is my first function. Definitely, I had occasion to interact with the President and Secretary of the Pathanamthitta Bar Association, and they have pointed out various difficulties faced by them due to the absence of the certain judicial officers in regard to the construction of the buildings of the court complex. And I have promised them that I will come down there one day when the situation is normalized, and we will be able to discuss the matter in an elaborate manner. I'm happy to inaugurate this function for the reason that the district judge, Pius Kuriakose sir, I was very well associated with his lordship for the reason that when I started my career, the most fought litigation, especially in rent control matters, we had to fight like warriors
And I am happy that I grew up like that, because most of the litigations, rent control petitions, we were fighting. And Paisi Kuriakose sir being a prolific fighter, I had also occasion to look into various aspects and intricacies of law, and then come in that provision. And I would say that I had more number of litigations in rent control matters, especially in the trial side and the appellate side. I'm also happy that after Paisi Kuriakose sir retired as the Chief Justice of Sikkim High Court, His Lordship was very kind enough and pleased to involve me in the Panambuli Govinda Menon the legal service, continuous legal service program. And I was participating in the quiz programs. And thereby also, I feel I have gained knowledge by participating in those. Being a president of the Kerala High Court Bar Association in the year 2014, I'm happy to state that the most important program that we have carried out was continuous legal classes. About 48 classes we have conducted with the sitting judges of the High Court, former judges of the High Court, and other legal luminaries and other personalities involved in the legal framework. In fact, Justice Paisi Kuriakose sir was not here during the year 2014, and therefore I could not invite His Lordship to take class. I know that he's not only an erudite judge of the High Court, the Kerala High Court and the Sikkim High Court, wherein I have visited Sikkim. I could not visit Sikkim when His Lordship took charge, but later I became a judge in 2015. I visited Sikkim, and the regard the officers they're having, judicial officers and other officers of the High Court are having with Paisi Kuriakose sir is commendable. They were saying that in fact they miss His Lordship very much. In my view, more than a judge, Paisi Kuriakose sir is a passionate teacher, which is reflected in his subsequent or later activities that is undertaken after the retirement. In fact, Paisi Kuriakose sir told me once, I don't want to sit at home. After the retirement as Lokayukta, His Lordship was very active, and one would, many of the judges who have participated in various programs, in fact, have said His Lordship has commendable energy to take up all the tasks and then carry forward the interest to inculcate the legal, the lawyers as well as the judges to define, refine the judiciary or sustain the legal principles in the judiciary by carrying out various classes in the Panambuli Govinda Menon legal service, the continuing legal classes as well as in the Judicial Academy, Kerala Judicial Academy also. I would say that the chartered accountant, the professionals like chartered accountants, they have frequent classes conducted by their institute. But I do not think that the Bar Council, either the Kerala Bar Council or Bar Council of India, even though they are conducting classes, they are not having a regular feature of conducting classes and updating the development in law, the amendments carried out, the deliberations to be made so far as many laws are made by the state as well as the central governments, and the participation of lawyers in those areas. Therefore, I think it is befitting and a commendable task taken up by the Pathanamthitta Bar Association to have a continuous legal education class. And for the inaugural class, you have received, you have secured one of the best passionate teacher available. So to take class, especially in the matter of burden of proof, because when we started our practice, His Lordship was a lawyer, running from courts to courts, and a large number of disciples were there. District Judge Mr. Madhukumar is also my classmate as well as the junior of His Lordship Justice Paisi Kuriakose, and I'm sure that whatever he has gathered in the field of law, due to the instructions imparted by His Lordship Justice Paisi Kuriakose. I don't want to prolong this because you will all be anxiously waiting for His Lordship to start the class. So I formally inaugurate the function and thank the District Bar Association for giving me this
opportunity, and also the President of the District Legal Service Authority, Secretary, and the members of the District Legal Service Authority for giving me this opportunity to participate in this function. I inaugurate this function formally. Thank you very much. You are much privileged, sir. Now, coming to the fruit of the function, we are blessed to have with us Honorable Mr. Justice Pius C. Kuriakose, the former Chief Justice, High Court of Sikkim, former Judge of High Court of Kerala, Kerala Lokayukta, faculty in the Kerala Judicial Academy and Sikkim Judicial Academy, and much before all this itself, who was a second rank holder in law. With due respect, let me request Honorable Mr. Justice Pius C. Kuriakose for the address and also for the first lecture on the topic burden of proof, which is a core of Indian Evidence Act. Please, sir. Honorable Mr. Justice Chali, Mr. K.R. Kumar, the head of the Pathanamthitta Judicial District, the Jodhya, President of Pathanamthitta District Bar Association, then Devan Menon, Secretary of the Pathanamthitta DLSA, and other judicial officers of Pathanamthitta Station, then Advocate friends and everybody else who is attending this program online. And some of them, I think a group of people have joined in some court hall, because there is a presidium, Madhu is there, and 2 or 3 others are also there. Like the president, everybody is there. Now, before I thought that I would straight away start the lecture, but then I have to say something. First, I express my feelings of gratitude for all the good, nice things that Justice Chali spoke about me. Chali is right in saying, I have found him among the youngsters. He was the most formidable rival on this particular discipline, that is discipline of rank and roll law. Chali was one, and the most contentious matters and heavy stakes also involved. Because I think in almost all cases, rank and roll matters which me and Chali conducted between us, they were in respect of buildings in the heart area of Cochin city, mostly Press Club Road, Market Road, Convent Road, and such areas. So Chali, and of course, Chali was one of the quiz masters. And privately, I got feedbacks from the members of the bar and from members of the judiciary also, that in the last quiz competition, they had I think it was in the last finals also Chali participated. But then in the comparison came in the context of the zonal quiz competition which we conducted for candidates from Ernakulam district, Thrissur district, Idukki district, and Kottayam district. There were other judges also, and some senior members of the bar who were close to me and to whom I have regard said, "Sir, they had something to say against some of the quiz masters," and said, "But then Chali sir was best." I said, he's always best, In the bar also he was wonderful. Chali, thank you once again. And Madhu, I thank you for the opportunity given, because I have a distinction in that I have the privilege of giving the first lecture. Now, I know that it may not be possible for Justice Chali to be here because he has got a program. High Court also, Arun told me this morning also, sir, Chali sir is having a meeting at 4:30. Chali, you don't have to wait, because from this talk of mine, you are not going to gain anything. You can go, you can leave straight away. I will, I'm starting. So Madhu is the president. Madhu and Justice Chali, I am starting. Hey, I can start. Yes, sir. Yes, sir. Okay. I may inform you at the very outset that the topic is somewhat vast and very relevant from the point of view of the practitioners of law.
I think that it may not be possible for me to complete the topic within 1 hour or 1.25 hours. You may take this as part 1 of my talk on burden of proof, because I intend to talk also on reverse burden principles also. So I will have to refer to certain statutes where the reverse burden principle, that is where burden is cast on the accused. So let me begin. This is the first part of my talk. The general rule of evidence is that a party who approaches the court must prove all facts pleaded with cogent and convincing evidence. And evidence will have to be let in by the party on whom the burden of proof lies. The expression burden of proof has 2 meanings. One, the burden of proof as a matter of law and pleading, and the other, the burden of establishing a case. The former is fixed as a question of law on the basis of the pleading, and that is unchanged during the entire trial. Whereas the latter, or the burden of establishing the case, that's not constant, but that will shift as soon as a party adduces sufficient evidence to raise a presumption in his favor. The evidence required to shift the burden need not necessarily be direct evidence, that is oral or documentary evidence, or admissions made by the opposite party. It may comprise of circumstantial evidence or presumptions of law or fact. Section 101, in the Indian Evidence Act, Part 3 is captioned Production and Effect of Evidence, and Chapter 7, which is the first chapter in Part 3, is captioned of Burden of Proof. And 101 is the very first section in Chapter 7. 101 deals with burden of proof. This section says that whoever desires any court give judgment as to any legal right or liability dependent on the existence of facts which he asserts must prove those facts exist. 101 further says that when a person is bound to prove the existence of any fact, it is said that the burden of proof lies on that person. This section is based on the rule that the burden of proving a fact rests on the party who substantially asserts the affirmative of the issue and not upon the party who denies it. As a general principle, it can be stated that a negative fact is usually incapable of proof. The rule that the burden rests on the person who makes the affirmative allegation is, however, not an all-pervasive rule. There are many exceptions to the proposition. There can be burden on the person who has a negative assertion to make in some cases. Now 102, the very next section. 101 gives illustrations also. 102. Yes. On whom the burden of proof lies. That's captioned like that. 102 says that burden of proof in a suit or a proceeding lies on that person who would fail if no evidence at all were given on either sides. If on either sides no evidence is given, one party will fail. And the burden of proof in that case is actually upon that party. Then 103, section 103. 103 is captioned burden of proof as to particular fact. Burden of proof as to particular fact. The burden of proof, I'm reading 103. The burden of proof as to any particular fact lies on that person who wishes the court to believe in its existence, unless it is provided by any law that the proof of that fact shall lie
on any particular person. Now illustrations are given. Evidence Act, the advantage is that illustrations are given in under almost all sections. Then the Evidence Act is thus given laid down very clearly that the burden of proving fact always lies upon the person who asserts. Until such burden is discharged, the other party is not required to be called upon to prove his case. The court has to examine as to whether the person upon whom burden lies has been able to discharge this burden. Until he arrives at such conclusion, he cannot proceed on the basis of the weakness of the other party. Now, I'm just giving the citation, but then I'm not reading the decision now. Decision case law, I propose to draw your attention only towards the end, only after I have made submissions regarding the statutory provisions. But still, you may note down Rengamal versus Kuppuswamy. Rengamal versus Kuppuswamy, AAR 2011, Supreme Court 2344. We will consider that decision. Then burden of proof in criminal cases. Burden of proof in criminal cases. The burden of proof in criminal law, criminal jurisprudence is ordinarily beyond all reasonable doubt. The prosecution has to prove the guilt of the accused beyond all reasonable doubt, and it is also the rule of justice in criminal law that if two views are possible on the evidence adduced in the case, one pointing to the guilt of the accused and the other towards his innocence, the view which is favorable to the accused should be adopted. That is, he should be given the benefit of the doubt. It is a golden principle of criminal law that the burden of proof required to be discharged by the prosecution is one of proof beyond reasonable doubt. Again, Supreme Court says this in Sujitha. You note down the citation only. Decision we will examine in detail later. Sujitha Vishwas versus State of Assam, 2013, 12 SCC 406. Then viewed from the moral and political perspectives, it has been observed that in liberal states, the rule about the burden of proof has been elevated to the status of fundamental human right, encompassing the assurance of liberty, dignity, and privacy of the individual. And from this standpoint, it is essential that a state should justify fully its invasion of the individual's interest by proving that he had committed an offense, thereby abusing the freedom of action accorded to him or her by the liberal state. Article 20 of the Constitution of India contains a presumption of innocence in favor of the suspect. The presumption of innocence is one such legal principle which strives the legal framework of several countries owing allegiance to common law. Even international law bestows its imprimatur thereto. Article 11.1 of the Universal Declaration of Human Rights, 1948 says, I quote, everyone charged with a penal offense has the right to be presumed innocent until proved guilty according to law in a public trial, according to law in a public trial at which he has had all the guarantees necessary for his defense. Then Article 14.3g of the International Covenant on Civil and Political Rights, 1966, assures as a minimum guarantee that everyone has a right not to be compelled to testify against himself or to confess guilt. Then Article 6 of European Convention for the Protection of Human Rights and Fundamental Freedoms firstly promises the right to a fair trial and secondly assures that anyone charged with a criminal offense shall be presumed innocent until proved guilty according to law. The presumption of innocence has also been recognized in certain circumstances to constitute a basic human right.
The presumption of innocence in favor of the accused increases the burden on the prosecution. In every indictment, from the beginning to the end of the trial, the burden continues to rest squarely and heavily on the shoulders of the prosecution. Whatever be the nature of the evidence relied on by the prosecution or the defense set up by the accused, this burden continues to rest with the prosecution. It is now well settled that an accused, for discharging the burden of proof placed upon him under a statute, need not examine himself. He may discharge his burden on the basis of materials already brought on record. An accused has a constitutional right to maintain silence. Standard of proof on the part of an accused and that of the prosecution in criminal cases is different. The prosecution cannot be permitted to take advantage of the weakness of the defense case. Defense can take inconsistent pleas, and that too from time to time, but this does not absolve the prosecution from the duty to prove the prosecution case beyond reasonable doubt. It is true that the circumstances of the case create suspicion against the accused, but suspicion by itself, however strong it may be, is not sufficient to take the place of proof and warrant a finding of guilt of the accused. The presumption of innocence is a human right, however, subject to statutory exceptions. The said principles forms the basis of criminal jurisprudence. For this purpose, the nature of the offense, its seriousness, and the gravity thereof has to be taken into consideration. Then, statutes like, I'm just touching a reverse burden also now, but then detail we will consider later. Statutes like Negotiable Instruments Act 1881, then Prevention of Corruption Act 1988, then TADA, Terrorist and Disruptive Activities Prevention Act 1987, provide for presumption of guilt if the circumstances provided in those statutes are found to be fulfilled and shift the burden of proof of the innocence to the accused. Thus, the legislature has adopted a deviating course from the ordinary criminal law, shifting the burden on the accused to prove that he was not guilty. The provision for reverse burden is provided for under several special statutes where the accused has to prove that he is innocent. In a criminal proceeding, although upon discharge of initial burden by the complainant, the burden of proof may shift on the accused. The court must apply the principle of presumption of innocence as a human right. The statutory provisions containing the doctrine of reverse burden must therefore be construed very strictly. A provision containing reverse burden on an accused should be construed strictly and subject to the strict proof of the foundational facts by the complainant. Provisions relating to reverse burden must be construed having regard to the nature of the statute, as the general law is that burden of proof should always be on the state, as has been held by the court, the Supreme Court. Indian Evidence Act provides for such burden on an accused in certain matters. Evidence Act itself. Say, for example, under section 113A and 113B. Even otherwise, the court has regard to the factual scenario involved in case. He said to have killed his wife. When both were in the same room, the burden is shifted to the accused. Then provisions imposing a reverse burden, however, must not only be required to be strictly complied with, but also may be subject to proof of some basic facts as envisaged under the statute in question.
This decision, this citation you note down. Okay, examine judgment we can examine in detail later. Noor Aga versus State of Punjab and another. 2008-16 SCC 417. Noor Aga versus State of Punjab and another. 2008-16 SCC 417. Then, whether suspicion can take the place of proof. Suspicion, however grave it may be, cannot take the place of proof. And there is a large difference between something that may be proved and something that will be proved. Then Ajikumar alias Aji, this decision, this also I will take you in detail later. You note down this decision. Ajikumar alias Aji and others versus State of Kerala, AR 2017 Supreme Court 695. Maybe I will find time to take you in detail to the decisions only in the second part. Therefore, all of you may kindly have a copy of these decisions, which I am now mentioning. So, Ajikumar alias Aji and others versus State of Kerala, AR 2017 95, a case which went from Kerala. Then, degree of proof, more stringent the punishment, more heavy is the burden of proof on prosecution to prove the offense. More stringent the punishment, heavier is the burden on the prosecution to prove the offense. That's it. Then sufficient evidence, the concept of sufficient evidence. What constitutes sufficient evidence to establish a fact is a difficult question to answer. There is no universal formula or rule or law regarding that aspect. One could say that it is that evidence which has the power to satisfy the conscience of the court about the existence of a fact and that produce belief. One cannot say what exactly is the quantum or kind of evidence that needs to be adduced in this regard. Then insanity. Everybody knows insanity is a plea that is often taken by accused. Regarding insanity, the burden of proof rests on an accused to prove his insanity, which arises by virtue of Section 105 of the Indian Evidence Act, 105. 105 is in this. I am reading 105. The burden of proving that the case of the accused comes within exceptions. When a person is accused of any offense, the burden of proving the existence of circumstances bringing the case within any of the general exceptions in the Indian Penal Code or within any special exception or proviso contained in any other part of the same code, that is IPC, or in any other law defining the offense is upon him, and the court shall presume the absence of such circumstances. That is what 105 says. So regarding insanity also, this is the position. The burden is on the accused. Then plea of alibi. Alibi, is a plea that is often taken by the accused. I was not there. I was elsewhere. When the allegation, the accusation is that the offense was committed in Pathanamthitta town, if the accused is able to prove that at the time when the offense is allegedly occurred, he was far away in some faraway city, then it is a plea of alibi, and then on whom is the burden when alibi is raised? Alibi, the law is very well settled that in order to succeed in his plea of alibi, a person has to bring on record material to show that on account of his presence at another place, it was practically impossible for him to be present at the place of the incident. In criminal cases, the burden is on the prosecution to prove commission of offense by an accused. But the moment an accused takes up a plea of alibi, it is for him to prove the said plea by cogent and convincing evidence. So advocates in the alibi successful best. But alibi can sadiki adini cogent evidence alibi
അലീബി എടുത്തു പോയാൽ ബേർഡൻ കംസ് ടു ദി ഷോൾഡേഴ്സ് ഓഫ് ദി അക്യൂസ്ഡ്. അതാണ്. Then ഇനി ക്രിമിനൽ കേസിൽ അക്യൂസ്ഡിന് ബേർഡൻ വരുമ്പോ ആ ബേർഡന്റെ നേച്ചർ എങ്ങനെയാണെന്നാണ് പറയുന്നത്. അതിന് സുപ്രീം കോടതിയുടെ പഴയ ഒരു ഡിസിഷൻ ഉണ്ട്, ദയാഭായ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത്. ഇതിൽ നിങ്ങൾ സൈറ്റേഷൻ നോട്ട് ചെയ്യുക. ദയാഭായ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത്, AAR 1964, സുപ്രീം കോർട്ട് 1563. ദയാബായി എന്നാണോ ദാഹിയാബായി ആണ് കേട്ടോ, സോറി ദയാബായി അല്ലേ, എന്റെ കണ്ടൊക്കെ മോശമായി തുടങ്ങി. ദാഹിയാബായി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് 64, സുപ്രീം കോർട്ട് 1563. പറയുന്നത് ഇതാണ്, ഡിക്റ്റം ഇതാണ്, the burden on the accused is no higher than that resting upon the plaintiff or a defendant in a civil proceeding. Accused burden ഉണ്ട്, പക്ഷെ അക്യൂസ്ഡിന്റെ ബേർഡൻ എന്ന് പറയുന്നത് ഒരു സിവിൽ കേസിൽ അത് തെളിയിക്കാനുള്ള കക്ഷിയുടെ പ്ലെയിന്റിഫിന്റെ ബേർഡനേ ഉള്ളൂ. അത് നമുക്കറിയാമല്ലോ. അതിൽ ഇതുപോലെ പ്രൂഫ് ബിയോണ്ട് റീസണബിൾ ഡൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു പ്രീപോണ്ടറൻസ് ഓഫ് പ്രോബബിലിറ്റിയില് അതിന്റെ കേസ് പ്രോബബിൾ ആണെന്നുള്ളത് തെളിയിച്ചാൽ മതി എന്നാണ് പറയുന്നത്. By the way, let me ask Madhu and Rishijet and Jyotiraj, ഞാൻ പറയണ കേൾക്കണില്ലേ? Am I not audible? ഞാൻ പറയണത് ക്ലിയർ ആയിട്ട് കേൾക്കണില്ലേ? Yes, audible. All clearly audible. വളരെ ക്ലിയർ ആണല്ലേ? ഞാൻ എന്റെ നോർമൽ ഡിവൈസസിലല്ല, ഞാൻ വലിയ പരിപാടികൾക്ക് ഉപയോഗിക്കുന്ന ഒരു സംവിധാനത്തിലാണ് ക്ലാസ് എടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്റെ ലാപ്ടോപ്പിൽ എടുക്കുന്ന മറ്റു ക്ലാസ്സുകളൊക്കെ ഫിൽമാർക്കും പിന്നെ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുമ്പോഴൊക്കെ എടുക്കുന്ന എന്റെ ലാപ്ടോപ്പിൽ അത് മതി ധാരാളം. പക്ഷെ ഇതിപ്പോ കുറച്ചുകൂടി എനിക്ക് കൂടുതൽ ആളുകളെ കാണാം. അല്ലേ? അല്ല, ഞാൻ ഇടയ്ക്കൊന്ന് കയറി പറയുന്നു, അത് പ്രോപ്പർ അല്ലെന്ന് അറിയാം, എന്നാലും ഞാൻ പറയാം. എനിക്കൊന്ന് പറയണമെന്ന് തോന്നിയാൽ ഞാൻ പറയും. ജ്യോതി, പാർട്ടിസിപ്പേഷൻ ഞാൻ വിചാരിച്ചത്രയും വന്നിട്ടില്ല. ആളുകൾക്ക് ഇതിന്റെ ഇതന്നെയല്ല, നമ്മൾ പലരെ നിങ്ങളുടെ പ്രിൻസിപ്പൽ ടീച്ചറെ അദ്ദേഹം എന്നോട് പറഞ്ഞു, അതനുസരിച്ചിട്ട് ഞാൻ തന്നെ 1-2 നല്ല ഫാക്കൽറ്റി കൊടുത്തു. ഇനി ധാരാളം നല്ല ഫാക്കൽറ്റികളെ ജുഡീഷ്യറിയിൽ നിന്ന് തന്നെയുള്ള നല്ല ഫാക്കൽറ്റികളെ അദ്ദേഹത്തിന് കിട്ടും. അപ്പൊ നല്ല നല്ല ഫാക്കൽറ്റികളെ, എന്നെക്കാളും നല്ല ഫാക്കൽറ്റികൾ വരും. ഇതുവരെ വരുമ്പോ നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ വക്കീലുമാർ അതിന്റെ പ്രയോജനം എടുക്കണം. അത് എടുക്കാൻ അവരെടുക്കില്ലെങ്കിൽ പിന്നെ ഇത് വേസ്റ്റ് അല്ലേ? അവർക്ക് വേണ്ടിയാണല്ലോ. അല്ലാതെ ഇപ്പൊ ജഡ്ജിമാർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ പിന്നെ മധുവിനോ പത്തനംതിട്ടയിലെ സീനിയർ മെമ്പേഴ്സിനോ ഒന്നും ഇതിന്റെ ആവശ്യം ഉണ്ടാകുകയില്ല. ഇതിന്റെ ഗുണം കിട്ടേണ്ടത് ചെറുപ്പക്കാർ വക്കീലുമാർക്കാണ്. അത് നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഇവിടുത്തെ നിങ്ങളുടെ സീനിയേഴ്സ് എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കുക. അവർക്ക് ഗുണമുണ്ടാകും, ദോഷമൊന്നും ഏതായാലും വരില്ല. മനസ്സിലായില്ല? ശരി, ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഈ പാർട്ടിസിപ്പൻസിന്റെ നമ്പർ നോക്കിയിട്ട് പറയാം. അപ്പൊ അങ്ങനെ. പിന്നെ ഞാൻ അടുത്തത് പ്രൈവറ്റ് ഡിഫൻസ് വരുമ്പോ ഒരു റൈറ്റ് ടു പ്രൈവറ്റ് ഡിഫൻസ് ആണ് ഡിഫൻസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ ക്രിമിനൽ കേസിൽ അതിന് ഷാജഹാൻ ആൻഡ് അതേഴ്സ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് ആനോർ, ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുള്ള കേസുകളാണ്, കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള കേസുകളാണ് സുപ്രീം കോടതി. ഇതിന്റെ സൈറ്റേഷൻ 2007 12 SCC 96, 2007 12 SCC 96. Burden is on the accused to show that he had a right of private defense. Then while dealing with the serious question of guilt or innocence of the person started with crime, the following general principles have been laid down in various decisions. General principles have been laid down for the guidance of courts. എന്തൊക്കെയാണ് നോക്കാം. ഒന്ന്, the onus of proving. ഇപ്പൊ 2 തരത്തിൽ പറയും. നമ്മൾ 101-ൽ പറഞ്ഞല്ലോ ബേർഡൻ ഓഫ് പ്രൂഫ്, അതായത് ഷിഫ്റ്റ് ചെയ്യാതെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആ ബേർഡൻ ഓഫ് പ്രൂഫ്. 102-ല് തെളിവ് തുടങ്ങിക്കഴിഞ്ഞാല് അങ്ങോട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തോണ്ടിരിക്കും. അതിനെ ഓണസ് ഓഫ് പ്രൂഫ്, അങ്ങനെ ഞാൻ പല ടെക്സ്റ്റ് ബുക്സിലും അങ്ങനെ കണ്ടിട്ടുണ്ട്. 102-ല് പറയുന്നതിനെ ഓണസ് ഓഫ് പ്രൂഫ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓണസും ബേർഡനും അതിന്റെ ഗ്രാമാറ്റിക്കൽ അർത്ഥം ഏതാണ്ട് സെയിം തന്നെയാണ്. യെസ്, the onus of proving everything essential to the establishment of the charge against the accused. ഇത് ക്രിമിനൽ കേസിലെ പ്രിൻസിപ്പിൾസ് ആണ് കേട്ടോ. Accused lies on the prosecution. അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ റൂള്. Then 2, evidence must be such as to exclude to moral certainty every reasonable doubt of the guilt of the accused. Then 3, in matters of doubt, it is safer to acquit than to condemn, for it is better
that several guilty persons should escape than one innocent person suffer. അതായത് 1000 നിരപരാധികൾ 1000 അപരാധികളെ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയുന്ന ആ പ്രിൻസിപ്പിൾ, അത് നമ്മുടെ ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിലെ അടിസ്ഥാന പ്രിൻസിപ്പിൾ ആണ്. Then നാലാമത്തെ റൂള്, the hypothesis of guilt should be consistent with all the facts proved. കേസിൽ തെളിവിലൂടെ തെളിഞ്ഞു വന്നിട്ടുള്ള എല്ലാ ഫാക്ട്സുമായിട്ട് കൺസിസ്റ്റന്റ് ആയിരിക്കണം ഈ പ്രതി കുറ്റവാളിയാണെന്നുള്ള ആ ഹൈപ്പോത്തസിസ്. പിന്നെ വാട്ട് ഈസ് റീസണബിൾ ഡൗട്ട്? റീസണബിൾ ഡൗട്ട് എന്ന് പറയുന്നത് എന്താണ്? റീസണബിൾ ഡൗട്ട് ഈസ് നോട്ട് an imaginary, trivial or merely possible doubt, but reasonable doubt is a fair doubt based on reason and common sense. In a criminal case, if there can be two possible views on the evidence adduced by the prosecution, the accused is entitled to acquittal on the benefit of doubt. ഇതാണ് നോർമൽ ക്രിമിനൽ കേസുകളിലെ പ്രിൻസിപ്പിൾ. ഇനി നമ്മൾ സിവിൽ കേസിലേക്ക് വരുമ്പോൾ ബർഡൻ ഓഫ് പ്രൂഫിന്റെ അത് മാറുകയാണ്. ബർഡൻ ഓഫ് പ്രൂഫ് ഇൻ സിവിൽ കേസസ്, the appreciation of evidence in civil cases has to be on the basis of preponderance of probability. ഹിപ്സന്റെ ലോ ഓഫ് എവിഡൻസില് അദ്ദേഹത്തിന്റെ ഒരു വാദം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. A mere preponderance of probability as distinguished from absolute proof is sufficient for taking decision in civil matters, civil cases. അവിടെ ഒരു probability മതി, അതാണ്. So what is meant by the doctrine of proof beyond doubt എന്ന് പറയുന്നത് സിവിൽ കേസിൽ ഇല്ല. What is meant by preponderance of probability? How are the probabilities to be weighed? These depend on facts and circumstances of each case. But in doing so, there are certain cardinal principles of law that have to be followed. While a presumption could be rebutted, even by a presumption is rebuttable, can be rebutted by a presumption. That which has to displace the former has to be sufficient enough to do so. Similarly, when evidence in rebuttal of a presumption is to be looked for in a civil case, that evidence must be of such value which cannot but lead to the conclusion that the probability of the case arrived at on the basis of the presumption cannot continue to hold on the face of evidence that would stand up in rebuttal of the presumption raised. നമുക്കറിയാലോ, മേ പ്രസ്യൂം എന്ന് പറഞ്ഞിട്ടുള്ള അത്താം പ്രസ്യൂംസ് എല്ലാം റിബട്ടബിൾ ആണ്. അതെല്ലാം റിബട്ടബിൾ ആണ്. അതിലെല്ലാം റിബട്ടൽ എവിഡൻസ് കൊടുത്താൽ റിബട്ട് ചെയ്യപ്പെടാവുന്നതുമാണ്. In a civil case, inference of facts in issue has to be drawn on a preponderance of probability. That is, on a balance of the evidence on record. In appreciating the evidence, the courts have to apply the test of human probabilities, and the appreciation of evidence must be from an ordinary, reasonable human point of view. Like evidence is to be weighed, and the case cannot be decided on conjectures and surmises. The plaintiff is not required to prove his case beyond all reasonable doubt. Criminal case pole alla, civil case. What the courts have to see is whether the evidence, when read as a whole, appears to have a ring of truth. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇപ്പൊ രണ്ട് സൈഡിൽ എവിഡൻസ് ഉണ്ടാവും. വാദിയുടെ ഭാഗത്ത് എവിഡൻസ് ഉണ്ടാവും, പ്രതിയുടെ ഭാഗത്ത് എവിഡൻസ് ഉണ്ടാവും. ഈ രണ്ട് എവിഡൻസും അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ ആര് അവൻ ഒരു വാദി പറഞ്ഞതിന് നേരെ എതിരായിരിക്കുമല്ലോ പ്രതി പറഞ്ഞിരിക്കുന്നത്. ഒരു സിമ്പിൾ കേസ് ഞാൻ പറയാം. ഒരു പ്രോനോട്ട്, വാദി പ്രോനോട്ട് എക്സിക്യൂട്ട് ചെയ്തെന്ന് അയാളെ കുട്ടിക്ക് ഒരു മൊഴി കൊടുത്തു, എന്നിട്ട് അയാൾ സാക്ഷിയെ വിസ്തരിച്ചു. അപ്പൊ വാദിയുടെ കേസ് എന്താണ്? പ്രോനോട്ട് കൺസിഡറേഷൻ പറ്റി എഴുതി തന്നു. മറ്റവൻ പറയണത് അങ്ങനെയല്ല, ഞാൻ എഴുതി കൊടുത്തിട്ടില്ല. അപ്പൊ ഇത് ആ രീതിയിലായിരിക്കും അയാളുടെ എവിഡൻസ്. അല്ലെങ്കിൽ അതിന് ഓൾട്ടർനേറ്റ് പ്ലീ എടുക്കാമല്ലോ, കൺസിഡറേഷൻ കിട്ടിയിട്ടില്ല. ഇതെല്ലാം കൂടെ വന്നിട്ട് രണ്ട് സൈഡിൽ എവിഡൻസ് വരുമ്പോൾ കോടതി അപ്രീഷിയേറ്റ് ഇതിൽ ഏത് കേസാണ് കേസ് ഈസ് മോർ പ്രോബബിൾ, ഇതിന് കൂടുതൽ സാധ്യതയുള്ള കേസ് ഏതാണ്, അങ്ങനെയാണ് നോക്കണേ. അതായത് അത് അങ്ങനെ സിവിൽ കേസിൽ പറ്റുള്ളൂ. അത് so what the courts have to see is whether the evidence when read as a whole appears to have a ring of truth, and once such impression is gained,
ദെൻ ആദ്യം തന്നെ അത് നോക്കണം. രണ്ട് എവിഡൻസ് നോക്കിയിട്ട് ഇതിലൊരു ഏതിനാണ് ഒരു സത്യത്തിന്റെ ഒരു റിങ് കാണുന്നത്. പിന്നെ എന്നിട്ട് അത് അങ്ങനത്തെ ഒരു ഇംപ്രഷൻ ജഡ്ജിയുടെ മനുഷ്യരാണല്ലോ ഈ നമ്മുടെ ജഡ്ജസ് എന്ന് കമ്പ്യൂട്ടർ ഒന്നും അല്ലല്ലോ, മനുഷ്യരല്ലേ കേസ് തീരുമാനിക്കുന്ന ജഡ്ജസ്. അപ്പൊ അവരുടെ മനസ്സിനൊരു ഇംപ്രഷൻ അങ്ങനെ വന്നാൽ അവിടെ നിർത്തരുത്, ആ ഇംപ്രഷന്റെ പുറത്ത് ഉടനെ തീരുമാനം എടുക്കരുത്. അപ്പൊ പിന്നെ they must scrutinize the evidence, keeping in view the deficiencies, the drawbacks and infirmities pointed out in the evidence, and evaluate them to find out whether it is against the general tenor of the evidence. The proceedings in matrimonial case being civil in nature, matrimonial cases എല്ലാം തന്നെ അതിന്റെ സിവിൽ സ്വഭാവമാണ്. Being civil in nature, the parameters for appreciation of evidence are on the preponderance of probabilities, not on the scale of proof beyond reasonable doubt. Then burden of proof expected from the accused who claims the benefit of an exception, and the burden of proof in civil cases are almost identical. അതായത് ഒരു പർട്ടിക്കുലർ എക്സെപ്ഷൻ, ഈ IPC പറയുന്ന ഏതെങ്കിലും ഒരു എക്സെപ്ഷൻ, ഇൻസാനിറ്റി പോലെയുള്ള പല എക്സെപ്ഷൻസ് ഉണ്ടല്ലോ, അതില് ആ എക്സെപ്ഷന്റെ ബെനിഫിറ്റ് എടുക്കുന്ന ഒരു അക്യൂസ്ഡിന്റെ ബേർഡനും, അത് ബേർഡൻ അക്യൂസ്ഡിനാണ്. ആ ബേർഡൻ അതും സിവിൽ കേസിലെ വാദിക്കുള്ള ബേർഡൻ ഓഫ് പ്രൂഫും ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ ആണ്. നേരത്തെയും അത് പറഞ്ഞതാണ്. അണ്ടർ സെക്ഷൻ 3 of the Evidence Act, 3 എന്താ പറയണേ, റൂൾ എന്നുള്ളത് പ്രൂവ്ഡ് എന്ന് പറയുന്നത്, അതെ പ്രൂവ്ഡ് 3 പ്രൂവ്ഡും പറയുന്നു, ഡിസ്പ്രൂവ്ഡും പറയുന്നു, നോട്ട് പ്രൂവ്ഡും പറയുന്നു. Under section 3 of the Evidence Act, a fact is said to be proved when, after considering the matters before it, the court either believes it to exist or considers its existence so probable that a prudent man ought, under the circumstances of a particular case, to act upon the supposition that it exists. So also, the word disproved is defined to mean that a fact is said to be disproved. So, so also the word disproved is defined to mean that a fact is said to be disproved when, after considering the matters before it, the court either believes that it does not exist or considers its non-existence so probable that a prudent man ought, under the circumstances of that particular case, to act upon the supposition that it does not exist. Proof of preponderance of probability justifying a belief in the mind of a prudent man is a standard required for proof in civil cases. Proof beyond reasonable shadow of doubt is not there, and benefit of doubt is also not there in civil cases. The belief regarding the existence or non-existence of a fact may be founded on a balance of probabilities or improbabilities in a civil case. Standard is the supposition of a prudent man faced with connecting probabilities or improbabilities concerning a fact situation, after weighing the various probabilities and improbabilities and arriving at the preponderance. The standard of proof given in section 3 of the Evidence Act governs all civil cases. രണ്ട് ഡിസിഷൻ ഉണ്ട്, നോട്ട് ഡൗൺ ചെയ്യുക. ഡിസിഷൻ നമുക്ക് പിന്നീട് നോക്കാം. ഗുലാബ് ചന്ദ് വേഴ്സസ് കുടിലാൽ, ഗുലാബ് ചന്ദ് വേഴ്സസ് കുടിലാൽ, AAR 1966, Supreme Court 1734. ഇനി മറ്റൊന്ന് ദസ്താന വേഴ്സസ് ദസ്താന, AAR 1975, Supreme Court 1534. Dastana versus Dastana, AAR 1975, Supreme Court 1534. And as already pointed out,
The standard of proof required in civil cases is generally expressed as proof on the balance of probabilities. If the evidence is such that the court can say, I think it more probable than not, then the burden is discharged. But if the probabilities are equal, it is not. Suppose in a civil case, രണ്ട് സൈഡിന്റെ എവിഡൻസ് ഇവാലുവേറ്റ് ചെയ്തപ്പം മുനിസിപ്പൽ അല്ലെങ്കിൽ സബ്ജക്റ്റിക്ക് തോന്നി പിന്നെ രണ്ട് പ്രോബബിലിറ്റീസ് ഈക്വൽ ആണ്, വാദി പറയുന്നത് ശരിയാവാനും പ്രതി പറയുന്നത് ശരിയാകാനുമുള്ള സാധ്യതകൾ ഈക്വൽ ആണെന്ന് തോന്നിപ്പോയാൽ പിന്നെ വാദിക്ക് കിട്ടില്ല. അപ്പൊ അത് പ്രോബബിലിറ്റി തെളിയിച്ചിട്ടില്ല എന്നുള്ളതാണ്, വാദി തോക്കും. അതാണ് പ്രശ്നം. പ്രോബബിലിറ്റി ഹയർ ആയിരിക്കണം വാദിയുടെ സൈഡില്. ഡിഗ്രി ഓഫ് പ്രോബബിലിറ്റി which must be established will vary from case to case. The degree depends upon the subject matter. ഇത് പിന്നെ ഇനി ഇത്ര ശതമാനം എന്ന് വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അതാ കേസിന്റെ ഫാക്ട്സ് അനുസരിച്ചിട്ട് കേസിന്റെ നേച്ചർ അനുസരിച്ചിട്ട് ഡിഗ്രി ഓഫ് പ്രോബബിലിറ്റിയിലും വ്യത്യാസം വരും. The first step in this process, ഈ probabilities assess ചെയ്യുന്നതിന്റെ പ്രോസസ് എന്ന് പറയുന്നത് is to fix the probabilities. അത് തന്നെ രണ്ട് സൈഡിന്റെ പ്രോബബിലിറ്റീസ് നമ്മൾ അങ്ങ് ഫിക്സ് ചെയ്യണം. എന്നിട്ട് ഇത് രണ്ടും വേ ചെയ്യണം. Though the two may often intermingle. ഇതത്ര എളുപ്പമല്ല ഈ ജഡ്ജിങ് എന്ന് പറയുന്ന പരിപാടി. നിങ്ങൾ വിചാരിക്കും ജഡ്ജിമാര് പിന്നെ കസേര കയറി ഇരിക്കുന്നുണ്ട്, അവർക്ക് എന്താ പ്രശ്നം, ഞങ്ങൾ വക്കീലന്മാരെല്ലാം കഷ്ടപ്പെട്ട് കേസ് നടത്തണേ. നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും, പക്ഷെ ഇവരുടെ പണി മര്യാദയ്ക്ക് ചെയ്യുന്ന കോൺഷ്യൻഷ്യസ് ആയ ഒരു ജഡ്ജി ആണെങ്കിൽ അവന്റെ പണിയും ഭയങ്കര പാടാണ്, അത്ര ഈസി അല്ല. മനസ്സിലായില്ലേ? അപ്പോ അത് ഇന്റർമിംഗിൾ ചെയ്യും ഇത് രണ്ടിന്റെ പ്രോബബിലിറ്റീസ്. ഇമ്പോസിബിൾ അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ചെയ്യേണ്ടത് ഇമ്പോസിബിൾ ഇസ് വീഡഡ് ഔട്ട് അറ്റ് ദ ഫസ്റ്റ് സ്റ്റേജ്. ഇതില് ഒരു കൂട്ടര് പറഞ്ഞിരിക്കുന്ന ഒരു കേസ് ഇമ്പോസിബിൾ ആണെന്ന് ബോധ്യം വന്നാൽ അത് നടക്കില്ല, അത് ഉറപ്പല്ല, അത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് വീഡ് ഔട്ട് ചെയ്തിരിക്കുക. എന്നിട്ട് ഇംപ്രോബബിൾ എന്നിട്ട് ഇമ്പോസിബിൾ ആണ്, ഒട്ടും നടക്കില്ലാത്ത ഇമ്പോസിബിൾ ആണെന്ന് കോടതിക്ക് ബോധ്യം വരുന്നത് അത് ആ ഫസ്റ്റ് സ്റ്റേജ് വീഡ് ഔട്ട് ചെയ്യണം. എന്നിട്ട് സെക്കൻഡ് സ്റ്റേജ് ചിലത് ഇംപ്രോബബിൾ ആണെന്ന് വരും, ഹൈലി ഇംപ്രോബബിൾ ആണെന്ന് അതും ഒന്ന് വീഡ് ഔട്ട് ചെയ്യാം. മനസ്സിലായില്ലേ? അത് സെക്കൻഡ് സ്റ്റേജിൽ വീഡ് ഔട്ട് ചെയ്യണം. എന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് എന്താണ്? പ്രോബബിലിറ്റീസ് മാത്രമാണ്, സാധ്യതകൾ മാത്രമാണ്. സാധ്യതകൾ അങ്ങനെ കിടക്കുകയാണ്, വാദിയുടെ സാധ്യതകളും പ്രതിയുടെ സാധ്യതകളും. ഈ രണ്ട് സാധ്യതകളും പിന്നെ നോക്കുമ്പം അതിൽ വൈഡ് റേഞ്ച് ഓഫ് പ്രോബബിലിറ്റീസ്. കോർട്ട് has often a difficult choice to make, but it is this choice which ultimately determines where the preponderance of probability lies. അതാണ്. പിന്നെ നമ്മൾ ബർഡൻ ഓഫ് പ്രൂഫ് പഠിക്കുമ്പോഴൊക്കെ ആദ്യമേ കേട്ടിരുന്നു, ലോ കോളേജിൽ പഠിച്ചിരുന്നപ്പോഴേ കേട്ടിരുന്ന ഡിസിഷനാണ്. ഞാൻ ലോ കോളേജിൽ പഠിക്കുമ്പോഴും ഈ ഡിസിഷൻ ഞാൻ കേട്ടിരിക്കാൻ സാധ്യതയില്ല, പക്ഷെ വക്കീലായപ്പോൾ മുതൽ കേട്ടു തുടങ്ങുന്നതാണ്. അതുകൊണ്ട് നമ്മളിതെല്ലാ ഡിസിഷൻസിലും ഞാനിവിടെ പറയുന്ന ഡിസിഷൻസ് എല്ലാം തന്നെ എവിഡൻസ് ലോയുടെ ബർഡൻ ഓഫ് പ്രൂഫിന്റെ ലീഡിംഗ് കേസുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞാൻ സൈറ്റേഷൻ ആദ്യം നോട്ട് ചെയ്തെടുത്തിട്ട് അടുത്ത ദിവസം ഞാൻ ഇതിന്റെ കേസ് ജഡ്ജ്മെന്റ്സ് വായിക്കുമ്പോൾ നിങ്ങൾ അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്രീഷിയേറ്റ്, അല്ലെങ്കിൽ ഇതിനെ നിങ്ങൾ നോട്ട് വായിച്ച് വന്നാലും മതി. When both sides have adduced evidence, question of burden of proof pales into insignificance. രണ്ട് സൈഡും പിന്നെ എവിഡൻസ് അഡ്യൂസ് ചെയ്ത് കഴിയുമ്പോ ക്വസ്റ്റ്യൻ ഓഫ് ബർഡൻ ഓഫ് പ്രൂഫ് പെയിൽസ് ഇൻടു ഇൻസിഗ്നിഫിക്കൻസ്. ഞാൻ പറഞ്ഞത് നമ്മൾ വക്കീലായിരിക്കുമ്പോ പിന്നെ കേസ് വാദിക്കുമ്പോഴാണല്ലോ ഇതൊക്കെ വാദം വേണ്ടി ബർഡൻ ആര് ഡിസ്ചാർജ് ചെയ്തു, ബർഡൻ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇതിലിരിക്കുന്ന മുനിസിപ്പോ അല്ലെങ്കിൽ സബ്ജക്റ്റീവോ അല്ലെങ്കിൽ റെന്റ് കൺട്രോൾ കോർട്ടോ, റെന്റ് കൺട്രോൾ കേസിൽ ജസ്റ്റിസ് ചാരി പറഞ്ഞ പോലെ ഒരുപാട് കേസ് കണ്ടിട്ടുണ്ട്. ദ ബർഡൻ ഈസ് ഓൺ യു എന്ന് പറയും. നിങ്ങൾ ഹാവ് യു ഡിസ്ചാർജ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, നമ്മുടെ കേസ് വീക്കാണെങ്കിൽ പ്രത്യേകിച്ചും പറയും, ദിസ് ഈസ് എ കേസ് വേർ ദി അതർ സൈഡ് ഹാസ് അഡ്യൂസ്ഡ് കൗണ്ടർ എവിഡൻസ് ആൻഡ് വെൻ ബോത്ത് സൈഡ്സ് ഹാവ് അഡ്യൂസ്ഡ് എവിഡൻസ് ബർഡൻ ഓഫ് പ്രൂഫ് ഈസ് അക്കാഡമിക് അത് പറയും. അപ്പൊ പിന്നെ ബർഡൻ ഓഫ് പ്രൂഫ് നോക്കണ്ട, കോടതി എന്റെ നീതി എന്താ നോക്കിയിട്ട് ചെയ്യാൻ പറയും. ഇത് പറഞ്ഞ പോലെയാണ്. അപ്പൊ ഇതിന്റെ ഈ ജഡ്ജ്മെന്റ് നോട്ട് ചെയ്തോളൂ. പ്രേംലത വേഴ്സസ് അർഹന്ത് കുമാർ ജെയിൻ. ഇത് അടുത്ത കാലത്തുള്ള പുതിയ ജഡ്ജ്മെന്റ്സിലും ഒക്കെ ഈ ഹിന്ദു മൽഹോത്രയുടെയിലല്ല, ഒരുപാട് വേറെ ജഡ്ജ്മെന്റ്സ് ഉണ്ട്. അതുവരെ പ്രേംലത വേഴ്സസ് അർഹന്ത് കുമാർ ജെയിൻ, AR 1973 സുപ്രീം കോർട്ട്,
626. 73 ഞാൻ വക്കീലായിട്ടില്ല. ഞാൻ 74 November 9 വക്കീലായത്. അതാണ് പറഞ്ഞത്. When both sides have adduced evidence, the question of burden of proof pales into insignificance. Where both parties have joined the issue and have led evidence, and such conflicting evidence can be weighed to determine which way the issue can be decided, the question of burden of proof becomes academic. ഇത് തന്നെ സുപ്രീം കോടതി നേരത്തെ പറഞ്ഞ കാര്യമാണ്. AR 1960 സുപ്രീം കോടതി 100 നാരായൺ വേഴ്സസ് ഗോപാൽ. സുപ്രീം കോടതി പണ്ട് മുതലേ പറയും ഇത്. അങ്ങനെയാണ് ഞാനിത് കേട്ടത്. ഞാൻ ലോ കോളേജിൽ പഠിക്കുമ്പോഴേക്കാണ് ഞാൻ എവിഡൻസ് ആക്കി എടുത്തത്. നിങ്ങളറിയാൻ വഴിയില്ല, മാർക്കസ് നല്ല സാറായിരുന്നു. നല്ല എവിഡൻസ് ആയിട്ട് എടുത്തത് നല്ല അസല് സാറായിരുന്നു. അങ്ങനെ പറഞ്ഞ പ്രിൻസിപ്പിൾ റെസ്റ്റ് ജസ്റ്റ് ഒക്കെ ഇന്നും എന്റെ മനസ്സിൽ അങ്ങനെയുള്ള വാക്കുകളാണ് ചെവിയിൽ റിങ് ചെയ്യുന്നത്. നല്ല അധ്യാപകരെ പഠിപ്പിച്ച അതിന് ഗുണമുണ്ടാവും. അപ്പം പിന്നെ അതായിരുന്നു ഈ നാരായൺ വേഴ്സസ് ഗോപാൽ AR 1960 സുപ്രീം കോർട്ട് 100. അതിൽ ഇത് തന്നെ രണ്ട് സൈഡും എവിഡൻസ് അഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബർഡൻ ഓഫ് പ്രൂഫ് ഈസ് അക്കാഡമിക് എന്നുള്ള പ്രിൻസിപ്പിളാണ്. പിന്നെ മറ്റൊരു പ്രിൻസിപ്പിൾ ഇതാണ്. ഇറ്റ് ഈസ് സെറ്റിൽഡ് ലോ that the parties are governed by their pleadings. Parties are governed by their, അതിന്റെ വേറൊരു പ്രിൻസിപ്പിൾ അതാണല്ലോ, എവിഡൻസ്. ഈ കക്ഷികൾ സിവിൽ കേസിൽ അഡ്യൂസ് ചെയ്യുന്ന എവിഡൻസ് എന്ന് പറയുന്നത് എവിഡൻസ് ഹാസ് ടു ബി റൂട്ടഡ് ഇൻ പ്ലീഡിങ്സ് എന്നാ പറയാ. അവനവന്റെ പ്ലീഡിങ്സിൽ അധിഷ്ഠിതമായ എവിഡൻസ് അല്ലെങ്കിൽ ഇന്റലിജന്റ് ആയിട്ടുള്ളൊരു കോടതിക്ക് തെളിവില് പ്ലീഡ് ചെയ്യാത്ത കാര്യങ്ങളെ പറ്റി എവിഡൻസ് കൊടുത്താൽ അതങ്ങ് ഇഷ്യൂ ചെയ്യാം, അതങ്ങ് ഇഗ്നോർ ചെയ്ത് കളയാം, വേണ്ടാന്ന് വെക്കാം. പക്ഷേ അതുകൊണ്ട് പാർട്ടീസിന്റെ പ്ലീഡിങ്സ് പ്രധാനമാണ്. പ്ലീഡിങ്സിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ പറഞ്ഞ ആദ്യത്തെ ബർഡൻ ഓഫ് പ്രൂഫ്, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ബർഡൻ ഓഫ് പ്രൂഫ് അതാണ്. ബർഡൻ ലൈസ് ഓൺ ഹി ഹു പ്ലീഡ്സ് ആൻഡ് ഇറ്റ്സ് ഓൺ ഹിം ടു പ്രൂവ് ആൻഡ് ഫർദർ ദ പ്ലെയിന്റിഫ് ഹാസ് ടു സക്സീഡ്. അതാണ് മറ്റൊരു പ്രിൻസിപ്പിൾ. പ്ലെയിന്റിഫ് ഹാസ് ടു സക്സീഡ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ഹിസ് കേസ് ആൻഡ് കനോട്ട് ഡിപ്പെൻഡ് ഓൺ ദ വീക്ക്നെസ് ഓഫ് ദ ഡിഫെൻഡൻസ് കേസ്. അത് ഒരു പ്രിൻസിപ്പിളാണ്. പക്ഷെ എല്ലാ പ്രിൻസിപ്പിളുകളിലും മാറ്റങ്ങൾ വരുന്നുണ്ട് ഓരോരോ സാഹചര്യങ്ങളിൽ. അപ്പോ നോക്കൂ, കേൾക്കുന്നുണ്ടോ അല്ലെ? അതെ, ഇത് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് വേഴ്സസ് മഹാറാണി ഉഷാദേവി. സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് വേഴ്സസ് മഹാറാണി ഉഷാദേവി. ഇവിടുത്തെ വല്ല രാജകുടുംബത്തിലെ മഹാറാണി ആയിരിക്കണം പ്രതി. അവര് ഗവൺമെന്റ് ആണ്, അവർക്ക് മധ്യപ്രദേശ് ഗവൺമെന്റ് ആണ് മറ്റേ സൈഡില്. ഇത് എന്റെ സൈറ്റേഷൻ 2015 SCC 672, 2015 8 SCC 672. ഇനി നമ്മൾ എന്റെ ഈ ലെക്ചറിന്റെ എന്റെ നോട്ട്സിൽ നിന്നാണ് ലെക്ചർ ചെയ്യുന്നത്. ഇതില് നമ്മൾ മാറി മാറി സിവിലും ക്രിമിനലും പറയുകയാണ്. മനസ്സിലായില്ലേ? ഈ പ്രിൻസിപ്പിള് എവിഡൻസ് ആക്ട് സിവിലിനും ക്രിമിനലിനും ഉണ്ടല്ലോ. ക്രിമിനൽ കോർട്ടിലും സിവിൽ കോർട്ടിലും രണ്ടിലും എവിഡൻസ് ആക്ട് ഒന്ന് തന്നെയാണല്ലോ. ടൈറ്റിൽ സൂട്ട് ടൈറ്റിലിന്റെ ബലത്തുമേൽ പല പ്രോപ്പർട്ടി സൂട്ടുകൾ പലപ്പോഴും ടൈറ്റിൽ സൂട്ട്സ് ആയിരിക്കുമല്ലോ. എവിക്ഷൻ സൂട്ടുകൾ ഇതൊക്കെ അങ്ങനെയായിരിക്കും. ഇൻ എ സൂട്ട് he can succeed only if he has established it successfully. അതായത് പ്ലെയിന്റിഫ് അയാളുടെ ടൈറ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്തെങ്കിൽ മാത്രം. ഇൻ അതർ വേർഡ്സ്, ഇൻ എ സൂട്ട് ഫോർ റിജക്ട്മെന്റ്, അതായത് എവിക്ഷൻ, plaintiff can succeed only on the strength of his own title. In a suit, the weakness of the defense may not at all be germane when the plaintiff has failed to establish his title to the property. In other words, even if the title set up by the defendant is found against her, that would not be advantageous to the plaintiff's case. A rival title അവൻ പ്രതിയും സെറ്റപ്പ് ചെയ്ത് കാണും. പ്രതി എന്നിട്ട് അവനും എവിഡൻസ് അഡ്യൂസ് ചെയ്തു പോകണം. അവൻ സെറ്റപ്പ് ചെയ്ത റൈവൽ ടൈറ്റില് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ അവൻ മിസറബിൾ ആയിട്ട് പരാജയപ്പെട്ടു കാണും. അവൻ പരാജയപ്പെട്ടു എന്നുള്ളതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും, കോടതിക്കും മനസ്സിലാവും, അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ടൈറ്റിൽ സൂട്ട് കൊടുത്തിട്ടുള്ളവൻ, റിക്കവറി ചോദിക്കുന്നവൻ വാദിയാണ്. വാദി അവന്റെ ടൈറ്റിൽ തെളിഞ്ഞില്ലെങ്കിൽ രക്ഷയില്ല, പോക്കാണ്. അങ്ങനെ plaintiff has failed to establish his title. In other words, even if the title set up by the defendant is found against, that would not be advantageous to the plaintiff's case if the title set up by him has not been proved. The plaintiff cannot, by highlighting the weakness
in the defendant's case or lack of title for the defendant succeed if the plaintiff himself failed to prove his title to the property. ഇത് എനിക്ക് തോന്നുന്നത് ഇത് സഭാ കേസാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഇന്നലെ മറ്റേ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ കത്തോലിക്ക ബാവ മരിച്ചു, അദ്ദേഹത്തിന്റെ കബറടക്കത്തിന്റെ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞതല്ലേ. ഇവരുടെ ആ ഫസ്റ്റ് കേസിലെ ജഡ്ജ്മെന്റ് ആയിരിക്കണം ഇത്. എനിക്ക് ഇതിനകത്ത് ടൈറ്റിൽ എനിക്ക് ഐ ഡോണ്ട് ബിലോങ് ടു ദി ഓർത്തഡോക്സോ ജാക്കോബൈറ്റോ അല്ലാത്തതുകൊണ്ട് പേര് എനിക്ക് ഫുൾ വായിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇങ്ങനെയാണ് MMB Catholicos വേഴ്സസ് MP Athanasios. അതിൽ എമ്മിലെ ആദ്യത്തെ M ആറാണ്, MP Athanasios. AR 1954, സുപ്രീം കോർട്ട് 526. ഇത് പള്ളിക്കേസാണ്, സഭാ കേസാണ്. Honorable Supreme Court held as follows. I quote from the judgment of Supreme Court. ഒരു ഭാഗം മാത്രം. The plaintiff in an ejectment suit must succeed on the strength of his own title. This can be done by adducing sufficient evidence to discharge the onus that is upon him, irrespective of whether the defendant has proved his case or not. A mere destruction of the defendant's title in the absence of establishment of his own title carries the plaintiff nowhere. അതാണ് വാദി ജയിക്കേണ്ടത് വാദിയുടെ എസ്പെഷ്യലി ടൈറ്റിൽ സൂട്ട്സിന് സ്വന്തം കേസിന്റെ ബലത്തിൽ സ്വന്തം ടൈറ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്തെങ്കിലേ ജയിക്കാനാവൂ. ഇനി അഡ്മിഷൻസ് പലതരത്തിലുണ്ടല്ലോ. പ്ലീഡിങ്സിൽ അഡ്മിഷൻ ഉണ്ടാകാം, എവിഡൻസിലും അഡ്മിഷൻ വരാം. ഇതിവിടെ ഇപ്പൊ എവിഡൻഷ്യറി അഡ്മിഷൻസിന്റെ കാര്യം പറയുന്നത്. എവിഡൻഷ്യറി അഡ്മിഷൻസ് are not conclusive proof of the facts admitted and may be explained or shown to be wrong, but they do raise an estoppel and shift the burden of proof onto the person making them or his representative in interest. Unless shown or explained to be wrong, they are an efficacious proof for the facts admitted. Ini burden of pleadings and burden of proof. അതില് പഴയ ഡിസിഷൻ പ്രിവി കൗൺസിൽ ഡിസിഷൻ പറയാണ്. പ്രിവി കൗൺസിൽ ആവണത് ഏർലിയസ്റ്റ് ഡിസിഷൻ ആണ്. ലക്ഷ്മണ വേഴ്സസ് വെങ്കടേശ്വരലു, AR 1949, പ്രിവി കൗൺസിൽ 279. ഇതിനകത്ത് ബർഡൻ ഓഫ് പ്ലീഡിങ്സും ബർഡൻ ഓഫ് പ്രൂഫും. വാട്ട് ഈസ് കോൾഡ് ബർഡൻ ഓഫ് പ്രൂഫ് ഓൺ ദ പ്ലീഡിങ്സ് should not be confused. അതായത് 101 പറയുന്ന ബർഡനും പിന്നെ 102 പറയുന്ന ബർഡനും ഓണസ് should not be confused with the burden of adducing evidence which is described as shifting. ഷിഫ്റ്റ് ചെയ്യുന്നത് 102 പറയുന്ന ഓണസ് ഓഫ് പ്രൂഫ് ആണല്ലോ. അതിനുണ്ട് നമ്മെ കൺഫ്യൂസ് ചെയ്യരുത് എന്നാണ് പ്രിവി കൗൺസിൽ പറയുന്നത്. ബർഡൻ ഓഫ് പ്രൂഫ് ഓൺ ദ പ്ലീഡിങ്സ് നെവർ ഷിഫ്റ്റ്സ്. ഇറ്റ് ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. അതവിടെ നിൽക്കും സ്ഥിരമായിട്ട്. These two aspects of burden of proof are embodied in 101 and 102 respectively of the Indian Evidence Act. 101 states. ഒന്നുകൂടെ വായിക്കാൻ അതിന്റെ ലിസ്റ്റ് മാത്രം ഞാൻ നേരത്തെ വായിച്ചതാണ്. Whoever desires any court to give judgment as to any legal right or liability dependent upon the existence of facts which he asserts must prove that those facts exist. When a person is bound to prove the existence of any fact, it is said that the burden of proof lies on that person. എന്നിട്ട് പിന്നെ 102, burden of proof in a suit or a proceeding lies on that person who would fail if no evidence at all were given on either side. രണ്ടു കൂട്ടർ എവിഡൻസ് കൊടുക്കുന്നില്ലെങ്കിൽ ആരാണ് തോൽക്കുക എന്ന് പറയുന്ന ആൾ, ആ കേസിൽ ആരാണ് തോൽക്കുക? അവന്റെ ആണ് പിന്നെ അവന്റെ ചുമലിലാണ് ബർഡൻ ഓഫ് പ്രൂഫ്. അതാണ് 102. ഓണസ് ഓഫ് പ്രൂഫ് അങ്ങനെയാണ്. അതിൽ 102 shows that the 101 and 102 read together will show that the initial burden of proving a prima facie case in his favor is cast on the plaintiff. When he gives such evidence as will support a prima facie case, the onus shifts on to the defendant to adduce rebutting evidence or rebuttal evidence to meet the case made out by the plaintiff. As the case continues to develop, the onus may shift back again to the plaintiff. അതാണ്
ഈ ആദ്യം അങ്ങനെ വന്നു. അപ്പൊ അയാളുടെ ഇനിഷ്യൽ ബർഡൻ ഡിസ്ചാർജ് ചെയ്തു. അവരുടെ മിസ്റ്റേക്കാണ്. ഇനിഷ്യൽ ബർഡൻ ഡിസ്ചാർജ് ചെയ്തു. അപ്പൊ ഷിഫ്റ്റ് ചെയ്തപ്പോ മറ്റവൻ കുറച്ച് എവിഡൻസ് ആക്കി. അപ്പൊ പിന്നെ വീണ്ടും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷിഫ്റ്റ് ചെയ്യും, വീണ്ടും. ഇതെല്ലാം കഴിഞ്ഞിട്ട് when after the entire evidence is adduced, court feels it cannot make up its mind as to which of the versions is true, it will hold that the party on whom the burden lies has not discharged the burden. But if it has on the evidence no difficulty in arriving at a definite conclusion, then the burden of proof on pleadings recedes in the background. അതാണ് പറയുന്നത്. ഇനി form of the issue cannot affect the burden of proof on the pleadings. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഇഷ്യൂ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ മുമ്പൊക്കെ കോടതി അതിന് തന്നെ പോസ്റ്റ് ചെയ്യും. എന്നിട്ട് വക്കീലന്മാര്, രണ്ട് സൈഡിലെ വക്കീലന്മാര് ഇഷ്യൂസ് സജസ്റ്റ് ചെയ്യും, ഡ്രാഫ്റ്റ് ഇഷ്യൂസ് സജസ്റ്റ് ചെയ്യും. വക്കീലന്മാര് ഡ്രാഫ്റ്റ് ഇഷ്യൂസ് സജസ്റ്റ് ചെയ്തില്ലെങ്കിൽ പല ജുഡീഷ്യൽ ഓഫീസേഴ്സിനും ഫ്രെയിം ചെയ്യാൻ പറ്റില്ല. ഈ സജസ്റ്റ് ചെയ്ത ആദ്യം കൊടുക്കുന്നവന്റെ അടുത്ത് അതേപടി ഇപ്പൊ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാല്, വാദിയാണ് സജസ്റ്റ് ചെയ്യുന്നത്, ഒരു പ്രോനോട്ട് സൂട്ടാണെന്ന് വിചാരിക്കുക. ഒരു പ്രോനോട്ട് സൂട്ടാണെങ്കിൽ വാദി എങ്ങനെ എഴുതി കൊടുക്കുമെന്ന് വെച്ചാല്, ഇപ്പൊ മറ്റൊന്ന് നിഷേധിച്ച് കാണും, അതേപോലെ തന്നെ അതും പറഞ്ഞു കാണും, എനിക്ക് കൺസിഡറേഷനും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കാണും. ഉദാഹരണം പറയാണ് ഞാൻ. അപ്പൊ വാദി എങ്ങനെയാണ് ഇഷ്യൂ ഫ്രെയിം ചെയ്ത് കൊടുക്കുക, സജസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്ന് വെച്ചാല്, has not the suit pronote been executed by the defendant. അടുത്തത്, has not the defendant received consideration. ഇങ്ങനെ has not എന്ന് പറഞ്ഞു അങ്ങനെ എഴുതി കൊടുത്തത് കൊണ്ട് ബർഡനിൽ മാറ്റം വരില്ല എന്നാണ് ഈ പറയുന്നത്. Form of the issue cannot affect the burden of proof on the pleadings. In a judicial proceeding, the construction burden of proof has two frequently confused and conspicuous meaning. Firstly, the burden of establishing a case, and secondly, burden of introducing evidence. In the first instance, since burden of proof is fixed at the beginning of the trial by way of pleadings, which will never shift. അത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, which embodies in section 101 including a case. But in section 102, burden of proof is used in the sense of introducing evidence, which is the second stage. ആ burden ആണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. പല ടെക്സ്റ്റ് ബുക്കിലും ഞാൻ ഇങ്ങനെ കണ്ടു, ഈ 102 പറയുന്ന ബർഡനെ ഓണസ് ഓഫ് പ്രൂഫ് എന്ന് പറയും. ഇനി കസ്റ്റം തെളിയിക്കുന്ന സിവിൽ കേസിൽ കസ്റ്റം തെളിയിക്കാനുള്ള ബർഡൻ, it is equally well settled that all customs office the courts do not take judicial notice must be clearly proved to exist. ചില കസ്റ്റംസിന് കോടതിക്ക് ജുഡീഷ്യൽ നോട്ടീസ് എടുക്കാവുന്നതാണെങ്കിൽ, അപ്പൊ ഏതിനൊക്കെയാണ് ജുഡീഷ്യൽ നോട്ടീസ് എടുക്കാവുന്നതെന്നുള്ളത് പറയുന്നുണ്ടല്ലോ. അതല്ലെങ്കിൽ അല്ലാത്തതിനെല്ലാം കസ്റ്റം തെളിയിക്കണം. ഈ കസ്റ്റം ആര് പ്ലീഡ് ചെയ്യുന്നോ തെളിയിക്കണം. The onus of establishing them is upon the parties who rely upon their existence. അങ്ങനെ കസ്റ്റം ഉണ്ടെന്ന് പറയുന്നവന്റെ ഭാരമാണ് തെളിയിക്കാൻ. The usual method of proving a custom, as observed in Halsbury's Laws of England, 4th edition, is to call, അതെ പഴയ കസ്റ്റം തെളിയിക്കാൻ എങ്ങനെയാണ്, is to call persons of middle or old age to state that in their time, usually half a century, a custom has always prevailed. This is considered in the absence of countervailing evidence to show that custom has existed from all time. For countervailing evidence, other old persons may be called to show that there was an interruption. ഇതിൽ counter evidence കൊടുക്കാൻ ഇങ്ങനെയാണ്, വേറെ വയസ്സന്മാരെ കൊണ്ടുവരണം. എന്നിട്ട് that is for the purpose of showing that there was an interruption during the period spoken to by the first set of witnesses. Whether the evidence supports the custom as alleged or not is always a question to be decided by the court. അപ്പൊ നിങ്ങൾക്കറിയാലോ, രണ്ട് സൈഡിലും ഓറൽ എവിഡൻസ് ആണെന്ന് വിചാരിക്കും. രണ്ട് സൈഡിലും ഓത്താണ്. അപ്പൊ ഓത്ത് അഗൈൻസ്റ്റ് ഓത്തേ ഉള്ളെങ്കിൽ പിന്നെ ജഡ്ജി എന്നാ ചെയ്യും? ഓത്ത് അഗൈൻസ്റ്റ് ഓത്ത് ഓറൽ എവിഡൻസ് മാത്രമാണെങ്കിൽ ജഡ്ജിക്ക് ചെയ്യാവുന്നത് ഈ രണ്ട് സൈഡിലുമുള്ള വിറ്റ്നസസിന്റെ കമ്പാരിറ്റീവ് ആയിട്ട് റിലേറ്റീവ് ആയിട്ടുള്ള ക്രെഡിബിലിറ്റി, ആരാണ് കൂടുതൽ വിശ്വാസ്യമായ മൊഴി, ആരുടെ ഓറൽ എവിഡൻസ് ആണ് തന്റെ മനസ്സിൽ കൂടുതൽ വിശ്വാസം ജനിപ്പിക്കുന്നത്, അയാളുടെ എവിഡൻസ് അങ്ങ് അക്സെപ്റ്റ് ചെയ്യും. ഒന്ന് തീരുമാനിച്ചല്ലേ പറ്റൂ. ഇത് പന്തുകളി ഡ്രോയാക്കുന്ന പോലെ ഡ്രോയാക്കാൻ പറ്റില്ലല്ലോ ലിറ്റിഗേഷനിൽ. ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ഇനി
the manner of proving a custom, Supreme Court judgment was also dealt with by the Supreme Court in Gokal Chand versus Parveen Kumari. Gopal Chand versus Parveen Kumari. AR 1952, Supreme Court 231. It was observed at page 234. This one note Gokal Chand versus Parveen Kumari. എനിക്ക് തോന്നുന്നത് ഈ കേസ് ഇതൊരു വിവാഹത്തിന്റെയാണ്, ഒരു ഭാര്യ ആയിരുന്നോ അല്ലയോ എന്നുള്ളത്. അത് നമ്മളെ ജഡ്ജ്മെന്റ് ഉണ്ട്, ജഡ്ജ്മെന്റ് ഞാൻ വായിക്കാം. I am quoting from the judgment. A custom may be proved by general evidence as to its existence by members of the tribe or family who would naturally be cognizant of its existence and its exercise without controversy. And such evidence may be safely acted upon when it is supported by a public record. A public record kudi undengil safe aayittu namukku evidence or evidence rely cheyam. It was also observed by the Supreme Court in the above case that no statutory presumption attached to the contents of a compilation of customs, but it's a public record prepared by a public officer in the discharge of his duties under government rules. The statements to be found therein in support of custom are admissible to prove the facts recited therein and will generally be regarded as a strong piece of evidence of the custom. ഇനി മരണപത്രങ്ങൾ, wills. It is for the propounder. Will ആരാണോ propound ചെയ്യുന്നത്, ആരാണോ വില്ലിലെ ലെഗസി സെറ്റപ്പ് ചെയ്യുന്നത്, ആശ്രയിക്കുന്നത്. It is for the propounder to prove the genuineness of the contents of a will and to dispel all suspicious circumstances which exist around the execution of a will. ഇത് സുപ്രീം കോടതി പറഞ്ഞത് AR 1959, സുപ്രീം കോർട്ട് 443 H. Venkadachali Iyengar versus BN Timmajama, 59, Supreme Court 443. ഇനി അടുത്തത് execution of a document by an illiterate lady or a Parthanasian woman. Illiterate ആയിട്ടുള്ള, നിരക്ഷര കുക്ഷിയായിട്ടുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു Parthanasian lady, ഇങ്ങനെ പബ്ലിക്കിൽ അങ്ങനെ വരാത്ത Parthanasian lady. It is a settled position of law that in the case of execution of a document by any illiterate lady, there remains a cloak of protection under the law, that in such case, the burden of proof lies on the person who seeks to sustain the transaction by proving through acceptable evidence that the document was duly executed by her after clearly understanding the nature of the transaction, and that it was both her mental and physical act that, being read over and explained with the contents of the document and understanding their purport, that she subscribed her hand to it. അതാണ് illiterate lady ആണെങ്കിലും Parthanasian lady ആണെങ്കിൽ ഇതാണ് പ്രിൻസിപ്പിൾ. Then പ്രോനോട്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രോനോട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഇവിടെ പ്രോനോട്ടിന്റെ കാര്യം എന്റെ നോട്ട്സിലും പ്രോനോട്ടിന്റെ കാര്യം പറയുന്നു. പ്രോനോട്ട്, പ്രോമിസറി നോട്ട്. In a suit on a promissory note, the initial burden is on the plaintiff to prove execution of the promissory note. And only when this burden is discharged, the court raises a presumption of passing of consideration for the instrument in favor of the plaintiff. Of execution തെളിഞ്ഞെങ്കിലേ ഈ കൺസിഡറേഷന്റെ presumption ഒക്കെ attract ചെയ്യുള്ളൂ. 520 എന്ന് പറയുമ്പോൾ നമ്മൾ 1 hour അല്ലേ, ഒരു 15 മിനിറ്റ് കൂടെ എടുക്കാം അല്ലേ? Mr. Principal DJ, Mr. Madhu, I think I have now addressed for 1 hour. I think I will address for 15 minutes more and then stop. What do you say? Yes, sir. ഇന്ന് 15 മിനിറ്റ് കൂടെ പറഞ്ഞിട്ട് ഇന്നത്തേക്ക് ഞാൻ നിർത്താം. അത് എനിക്ക് പണ്ടത്തെ പോലെ, പണ്ട് ഞാൻ 1.5 മണിക്കൂർ 2 മണിക്കൂർ
ഇപ്പൊ എനിക്കും ഒരു പ്രായത്തിന്റെയും ശാരീരികമായ അവശതകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ 15 മിനിറ്റ് കൂടെ, അത് ഇന്നല്ലെങ്കിൽ തീരൂല. ഇന്ന് ഇതിനകത്ത് ഒരുപാട് റിവേഴ്സ് പാനലിലൊക്കെ കുറച്ചധികം പറയാനുണ്ട്, ഡിസിഷനും കൊണ്ടുവരണമല്ലോ. അപ്പൊ 15 മിനിറ്റ് കൂടെ പറയാം. അത് ഇപ്പൊ ഇതിന് 5:20 അല്ലേ? 5:22 5:37 5:40 ആകുമ്പോൾ നിർത്താം കേട്ടോ. അപ്പൊ ഞാൻ പറയാം. ഓക്കെ, അഡ്വേഴ്സ് പൊസഷൻ കേസുകളിലെ ബർഡൻ ഓഫ് പ്രൂഫ്. ഇതൊക്കെ നമ്മളിങ്ങനെ ഓരോരോ സ്ഥിരമായിട്ട് വരുന്ന, പതിവായിട്ട് വരാറുള്ള, സാധാരണഗതിയിൽ വരാറുള്ള സിവിൽ കേസുകളുടെ ടൈപ്പുകൾ എടുക്കുക. ആ ടൈപ്പ് എടുത്തിട്ട് ഞാൻ അതങ്ങനെ പറയുന്നത്. അഡ്വേഴ്സ് പൊസഷൻ കേസുകളിലെ ബർഡൻ ഓഫ് പ്രൂഫ് എങ്ങനെയാണ്? Burden of proof to establish that a person had perfected his title by remaining in possession would be on him. Adverse possession setup ചെയ്ത് I have prescribed a title for myself by long possession adverse to the title of the with a hostile animals എന്നൊക്കെയാണ് പറഞ്ഞ ടൈറ്റിൽ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ സെറ്റപ്പ് ചെയ്യുന്ന അവന് തന്നെയാണ് തെളിവ് ഭാരം. അവന് തന്നെയാണ് തെളിവ് ഭാരം. He must show by clear and unequivocal evidence that his possession was hostile to the real owner and amounted to denial of his title to the property claim. അതാണ് hostile to the real owner's title, open hostility, and in open denial of the title claimed by the real owner. The change in the position of law as regards the burden of proof, as was obtaining in Limitation Act 1908 vis-a-vis Limitation Act 1963 is evident. Whereas in terms of Article 142 and 144 of the old Limitation Act, plaintiff was bound to prove Mrs. title as also possession within 12 years, preceding the date of institution of the suit under the Limitation Act 63. Once the plaintiff proves his title, the burden shifts to the defendant to establish that he has perfected his title by adverse possession. Then cancellation of document. ഒരു document cancel ചെയ്യാനുള്ള സൂട്ട് വരുമ്പോൾ അപ്പൊ എങ്ങനെയാണ് burden? The burden of proof is on the person who wants the cancellation of a document to prove the vitiating factors. ഒരു ഡോക്യുമെന്റ് ക്യാൻസൽ ചെയ്യാൻ ചോദിക്കുന്നവര് ചില വിഷ്യേറ്റിംഗ് ഫാക്ടേഴ്സ് പോയിന്റ് ഔട്ട് ചെയ്തിട്ടായിരിക്കുമല്ലോ അത് ക്യാൻസൽ ചെയ്യണമെന്ന് കോടതിയോട് ആവശ്യപ്പെടുന്നത്. അപ്പൊ ആ വിഷ്യേറ്റിംഗ് ഫാക്ടേഴ്സ് പ്രൂവ് ചെയ്യാനുള്ള ബാധ്യത, ആ ഭാരം, അത് അയാളിൽ തന്നെയാണ്. Where the transaction appear on the face of it or the evidence adduced reveal that it is unconscionable, transaction unconscionable ആണെന്ന് അത് നോക്കുമ്പോൾ തന്നെയോ അല്ലെങ്കിൽ പിന്നെ കക്ഷികൾ ഹാജരാക്കിയ എവിഡൻസിന്റെ അടിസ്ഥാനത്തിലോ തോന്നുകയാണെങ്കിൽ, ആൻഡ് ഓൾസോ ദ പേഴ്സൺ ഇൻ ഹൂസ് ഫേവർ the instrument has been created was in a position to dominate the will of the executed. The alternative method of approaching the question whether the deed is vitiated by fraud or misrepresentation or undue influence, shifting the burden is on the person who is shown to be in a position to dominate the will of the executed. Proof of good faith in transactions where one party is in relation to active confidence. Where there is a question as to the good faith of a transaction between parties, one of whom stands to the other in a position of active confidence. The burden of proving the good faith of the transaction is on the party who is in a position of active confidence. അതാണ്. ഇനി മാലഫൈഡ്സ് എങ്ങനെ തെളിയിക്കും? അതിനുള്ള ബർഡൻ ആർക്കാണ്? അതിന് പറയുന്നു, the burden of proving any form of malafide lies on the shoulders of the one who alleges it. ആരാണോ മാലഫൈഡ്സ് അലജ് ചെയ്യുന്നത് അവന്റെ ചുമലിലാണ്, ഏതുതരം മാലഫൈഡ്സ് ആണെങ്കിലും അവന്റെ ചുമലിലാണ് തെളിവ് ഭാരം. ഇനി അഡോപ്ഷൻ, അതായത് ദത്തെടുക്കല്. അഡോപ്ഷൻ, എ പേഴ്സൺ ഹു സെറ്റ്സ് അപ്പ് ആൻ അഡോപ്ഷൻ must prove by clear evidence the phantom of adoption, particularly when the same is disputed. Adoption setup ചെയ്യുന്നയാൾ അത് ഡിസ്പ്യൂട്ട് ചെയ്യുമ്പോൾ വിശേഷിച്ചും അയാൾക്കാണ് ഭാരം. ഇനി the burden of showing presence of the element of due diligence ആണ്. സെക്ഷൻ 14 നമുക്കറിയാലോ,
നമുക്ക് ലിമിറ്റേഷൻ പീരീഡ് എക്സ്ക്ലൂഡ് ചെയ്ത് കിട്ടുമല്ലോ ചില കാര്യങ്ങൾ. അപ്പൊ അത് നമ്മൾ വേറൊരു കോടതിയിൽ കേസ് ഡ്യൂ ഡിലിജൻസിലും ഗുഡ് ഫെയ്ത്തിലും പ്രോസിക്യൂട്ട് ചെയ്യായിരുന്നുവെങ്കിൽ, തെറ്റായ കോടതിയിൽ ആയിരുന്നുവെങ്കിൽ ലിമിറ്റേഷൻ നമുക്ക് ആ പീരീഡ് എക്സ്ക്ലൂഡ് ചെയ്ത് കിട്ടുമല്ലോ. അതിന്റെ കോണ്ടെക്സ്റ്റിലാണ് ഇത് പറയുന്നത്. ബർഡൻ ഓഫ് ഷോയിങ് പ്രസൻസ് ഓഫ് ദി എലിമെന്റ് ഓഫ് ഡ്യൂ ഡിലിജൻസ് ആൻഡ് ഇൻ ഗുഡ് ഫെയ്ത്ത് ഈസ് ഓൺ ദ പാർട്ടി ക്ലെയിമിംഗ് എക്സ്ക്ലൂഷൻ ഓഫ് ടൈം അണ്ടർ സെക്ഷൻ 14 ഓഫ് ദി ലിമിറ്റേഷൻ ആക്ട്. ഇത് പലപ്പോഴും റോങ് ലീഗലൈസ് കൊണ്ടായിരിക്കും ഈ വേറെ കോടതിയിൽ പോണേ. എങ്കിൽ പോലും കോടതികളെ ഇത് പലപ്പോഴും ഒക്കെ ഈ സെക്ഷൻ 14 ഒരു ലിബറലായിട്ട് കൺസ്ട്രൂ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കാരണം കക്ഷി നിരപരാധി ആണല്ലോ എന്നുള്ളൊരു മനസ്സിലൊരു ഫീലിംഗ് ഉള്ളതുകൊണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് ഇത് ഡ്യൂ ഡിലിജൻസ് ഉണ്ടായിരുന്നെന്നും മറ്റേ കോടതിയിലെ അധികാരമില്ലാത്ത കോടതി പ്രോസിക്യൂട്ട് ചെയ്തത് ഡ്യൂ ഡിലിജൻസോടുകൂടിയും ഇൻ ഗുഡ് ഫെയ്ത്ത് ആണെന്നും തെളിയിക്കാനുള്ള ഭാരം അത് ആര് പറയുന്നു അവനാണെന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരു ബേസിക് പ്രിൻസിപ്പിൾ, ദ ബർഡൻ ഓഫ് പ്രൂവിംഗ് എക്സ്ക്ലൂഷൻ ഓഫ് ജൂറിസ്ഡിക്ഷൻ ഓഫ് എ സിവിൽ കോർട്ട് ഈസ് ഓൺ ദ പാർട്ടി റേസിംഗ് ദ സെയിം. കാരണം നമുക്ക് പിന്നെ സെക്ഷൻ 9 അനുസരിച്ചിട്ട് CPCയുടെ സെക്ഷൻ 9 അനുസരിച്ചിട്ട് ഓൾ സൂട്ട്സ് ഓഫ് എ സിവിൽ നേച്ചർ അൺലെസ് ദർ ഈസ് ഇംപ്ലൈറ്റ്ലി ഓർ എക്സ്പ്രസ്ലി ബാർ അത് കോടതിയിൽ നിൽക്കുമല്ലോ. പക്ഷെ അവിടെ കോടതിക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്ന് തെളിയിക്കുന്ന ആരാണെന്ന് വെച്ചാൽ അത് ആരാണ് റേസ് ചെയ്യുന്നോ അവനാണ് ഭാരം. ജൂറിസ്ഡിക്ഷൻ ഇല്ല, എക്സ്ക്ലൂഷൻ ഓഫ് ജൂറിസ്ഡിക്ഷൻ ആര് പറയുന്നോ അവനാണ് തെളിയിക്കേണ്ടത്. ഇനി പിന്നെ നമ്മുടെ സ്ഥിരം കേസ്, നമ്മുടെ ഓർഡർ 21 റൂൾ 37 നോട്ടീസ് എക്സിക്യൂഷനിലെ പേഴ്സണൽ എക്സിക്യൂഷന്റെ നോട്ടീസില് അറസ്റ്റ് നോട്ടീസിന് നമുക്ക് ഷോ കോസ് നോട്ടീസ് വരുമല്ലോ. ഷോ കോസ് വൈ യു ഷുഡ് നോട്ട് ബി അറസ്റ്റഡ് ആൻഡ് ഡിറ്റെയിൻഡ് ഇൻ സിവിൽ പ്രൊസീഡിംഗ്. അതിൽ നോ മീൻസ് ആണ് JD പ്ലീ ചെയ്തത്. നോ മീൻസ്. ഇഫ് ദ JD takes up a plea of no means, the onus will be upon the decree holder to show that he has sufficient. അത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. And the burden of proof to establish the necessary ingredients to arrive at a conclusion that the decree is inexecutable is on the person who raises that contention. Decree inexecutable ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ അത് തെളിയിക്കാനുള്ള ഭാരം അത് ഇൻഎക്സിക്യൂട്ടബിൾ ആണെന്ന് പറയുന്നത്. ബിക്കോസ് എല്ലാ കോടതി ഡിഗ്രികളും എക്സിക്യൂട്ടബിൾ ആണെന്നുള്ള ഒരു പ്രിസംഷനിലാണ് നമ്മൾ തുടങ്ങുന്നത്. എക്സിക്യൂട്ടബിൾ അല്ലെന്നാരെങ്കിലും പറഞ്ഞാൽ അത് തെളിയിക്കണം, അല്ലാതെ പറയുന്നവൻ വേണം തെളിയിക്കാൻ. ചിലപ്പോൾ സാധിച്ചേക്കും കേട്ടോ. കാരണം ഡിഗ്രി പാസ്സായ അവസരത്തില് കോടതിക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ലാതെ പോയത് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളും ഒന്നും കൂടായില്ല. പിന്നെ അഡ്വേഴ്സ് ഇൻഫറൻസ് നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്. ചില സാഹചര്യങ്ങളിൽ അഡ്വേഴ്സ് ഇൻഫറൻസ്, ഒരാളുടെ കയ്യിലുള്ള തെളിവ് അയാൾ കൊണ്ടുവരുന്നില്ലെങ്കിൽ അയാൾക്കെതിരെ അഡ്വേഴ്സ് ഇൻഫറൻസ്, നമ്മൾ പല സാഹചര്യങ്ങളിലും അഡ്വേഴ്സ് ഇൻഫറൻസിനെ കുറിച്ച് കേൾക്കുന്നുണ്ടല്ലോ. അതിനെ കുറിച്ചാണ് ഇപ്പം ഞാൻ ഇനി പറയാൻ പോണേ. ദ സെറ്റിൽഡ് ലോ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ഇൻകംബന്റ് അപ്പോൺ ദ പ്ലെയിന്റിഫ് ടു എസ്റ്റാബ്ലിഷ് ഹിസ് കേസ് അവേർഡ് ഇൻ ദ പ്ലെയിന്റ് ആൻഡ് പ്രൊഡ്യൂസ് എവിഡൻസ് അറ്റ് ഫസ്റ്റ്. Unless and until plaintiff discharges his initial burden, the question of rebuttal evidence does not arise. The plaintiff who desires the court to give judgment as to his right to get the amount dependent upon the facts which he asserted in the plaint must establish his case at first. Non-examination of the defendant or his witnesses is immaterial where no onus is cast on the defendants. The burden of proof in respect to the plea of അതാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ ചില സമയത്ത് നേരെ മറിച്ചാണ്. ഇവൻ എക്സിക്യൂഷൻ ഡിനൈ ചെയ്തിട്ടുണ്ടാവില്ല. എക്സിക്യൂഷൻ ഇവൻ ഡിനൈ ചെയ്തിട്ടില്ലെങ്കിൽ സംഗതി മാറും. മനസ്സിലായില്ലേ? എക്സിക്യൂഷൻ ഡിനൈ ചെയ്യാതെ എനിക്ക് കൺസിഡറേഷൻ കിട്ടിയില്ല എന്നുള്ളതാണ് പറയുന്നതെങ്കിൽ ഓണസ് അങ്ങോട്ട് മാറിയിരിക്കും. ദി ബർഡൻ ഓഫ് പ്രൂഫ് ഇൻ റെസ്പെക്ട് ഓഫ് എ പ്ലീ ഓഫ് മിസ്റെപ്രസെന്റേഷൻ, പ്ലീ ഓഫ് ഫ്രോഡ്, പ്ലീ ഓഫ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഓർ കൊയർഷൻ, അതായത് കോൺട്രാക്റ്റിനെ വിഷയം ചെയ്യുന്ന സംഗതികളാണല്ലോ ഇതൊക്കെ. അതൊക്കെ ഡിസ്ചാർജ് ചെയ്യാനുള്ള ബർഡൻ ആർക്കാണ്? അത് അലജ് ചെയ്യുന്ന ആൾക്കാണ്. സംശയമൊന്നും വേണ്ട. That burden can be discharged only by putting forth the sufficient plea in the pleadings and by proving the same in accordance with the law. അതുകൊണ്ട് ആ ബർഡൻ മിസ്റെപ്രസെന്റേഷൻ ആണ്. കോൺട്രാക്ട് ഈസ് വിഷിയേറ്റഡ് ബൈ മിസ്റെപ്രസെന്റേഷൻ, document is vitiated by fraud, document is vitiated by undue influence, അല്ലെങ്കിൽ vitiated by coercion, തന്നെ ഭീഷണിപ്പെടുത്തിയാണ് എന്നൊക്കെ പറഞ്ഞ് അതിന് വെറുതെ തെളിവ് കൊടുത്തോണ്ട് കാര്യമില്ല. അതിന് ഇവന്റെ ഭാഗത്ത് ഇവന്റെ പ്ലീഡിങ്സിൽ പറയണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആര് കൊടുക്കുന്ന തെളിവും പ്ലീഡിങ്സിൽ അധിഷ്ഠിതമല്ലെങ്കിൽ,
എവിഡൻസ് പ്ലീഡിങ്സിൽ റൂട്ടഡ് അല്ലെങ്കിൽ കാര്യമില്ല. Weakness of the opposite party's case would not be a substitute for discharging the burden of proof cast on a party. Then Panduranga Jivaji Apte versus Ramachandra Gangadhar Ashtekar, this is Maharashtra case. In the 81 Supreme Court 2235, this judgment is not the Supreme Court in paragraph 11 and 13 of the judgment has pointed out as follows. Court, the question of drawing an adverse inference against a party for his failure to appear in court would arise only when there is no evidence on record. Then 2, AR 75 Supreme Court 2299. The Indira Nehru Gandhi versus Raj Narayan, it was pointed out by Supreme Court as follows. Raj Narayan case Indira Gandhi drawing of adverse inference on non-production of available evidence to support a case is always optional. Such a presumption under Section 114 of the Evidence Act has to be drawn as one of fact, depending upon the whole of the whole state of fact, and it's not obligatory. This judgment, Indira Gandhi's case, Indira Gandhi versus Raj Narayan versus Indira Nehru Gandhi. That's the judgment 350 pages. പക്ഷെ അതിൽ ഈ ഒരു പ്രിൻസിപ്പിളിന് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇലക്ഷൻ ലോയും മറ്റൊക്കെയാണ് നമുക്കറിയാമല്ലോ. ഇനി ബർഡൻ ഓഫ് പ്രൂഫ് ഓൺ ദ ഡിഫെൻഡൻസ്. ചില കാര്യങ്ങളിൽ പ്രതിക്ക് തന്നെയാണ് ബർഡൻ ഓഫ് പ്രൂഫ്. ബർഡൻ ഓഫ് പ്രൂഫ് ഓൺ ദ ഡിഫെൻഡന്റ്. ദ ബർഡൻ ടു പ്രൂവ് ഇഷ്യൂസ് റിഗാർഡിംഗ് മെയിൻറ്റൈനബിലിറ്റി. ഇപ്പൊ സൂട്ട് ഈസ് നോട്ട് മെയിൻറ്റൈനബിൾ എന്ന് പ്രതി തർക്കിച്ചാൽ ഇഷ്യൂ റിഗാർഡിംഗ് മെയിൻറ്റൈനബിലിറ്റി. പിന്നെ issues regarding estoppel, then valuation, suit is not properly valued എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കോസ് ഓഫ് ആക്ഷൻ ഇല്ലെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വാദിക്ക് സിഗ്നറ്ററി ടു ദ പ്ലേറ്റ് ലോക്കൽ സ്റ്റാൻഡ് ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ ഇത് പറയുന്നവൻ പ്രതിയായിരിക്കുമല്ലോ. പറഞ്ഞാൽ അതിന്റെ ബർഡൻ അവന് തന്നെയാണ്, പറയുന്ന പ്രതിക്ക് തന്നെയാണ്. In civil matters, ordinarily burden of proof lies on the plaintiff to substantiate his claim. But when they once again നമ്മൾ നോട്ടില വീണ്ടും പറയും, ഇതെല്ലാം സുപ്രീം കോടതി ജഡ്ജ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പല സുപ്രീം കോടതി ജഡ്ജ്മെന്റ്സിൽ ഒരേ പ്രിപ്പൊസിഷൻ റീട്രേറ്റ് ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ നോട്ട്സിലും ആ രീതിയിൽ വന്നേ ഉള്ളൂ. ബട്ട് വെൻ both parties lend evidence, the concept of consideration of honors is immaterial. Truth has to be adjudged on the evidence of the parties. In other words, in civil matters, when both sides adduce evidence, question of burden of proof pales into insignificance. Mr. Madhukumar and Mr. Jyotiraj, ഞാൻ അങ്ങനെയാണെങ്കിൽ എന്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ കൊണ്ട് നിർത്തുന്നു. ഫസ്റ്റ് പാർട്ട് നിർത്തുന്നു. ഇനിയുള്ളതിലാണ് റിവേഴ്സ് ബർഡൻ. ഇനിയുള്ള കാലത്തിന്റെ റിവേഴ്സ് ബർഡൻ തുടങ്ങിയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഒക്കെ വരുന്നത്. അത് എന്റെ സെക്കൻഡ് പാർട്ടിലാവാം.